ഇതിനകത്ത് കിടക്കുന്ന പുലിവാഹയുടെ അല്ലെങ്കിൽ മലബാർ സ്നേക്ക് ഹെഡിൻ്റെ വാട്ടർ ചേഞ്ച് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തതാണ്. ആ സമയത്ത് ഇതിൻ്റെ കണ്ണ് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സമയം ആയിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മളൊരു വാട്ടർ ചേഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഈ ഒരു സംഭവം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് ക്ലിയർ വാട്ടർ അല്ല. നമ്മൾ മുമ്പ് വാട്ടർ ചേഞ്ച് ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് ക്ലിയർ വാട്ടർ ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ആൽഗെ ഫോം ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കണ്ണ് കാര്യങ്ങളൊന്നും പിന്നെ പിന്നീട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ഇതിനെ പിടിച്ച് സെപ്പറേറ്റ് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ഫ്രഷ് വെള്ളം അടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് സോൾട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്താൽ മതിയായിരുന്നു. ഇതിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നത് ശരിയായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു വാട്ടർ ചേഞ്ച് കൊടുത്തത്. അപ്പോൾ അതേ നമ്മളതിനെ പിടിച്ച് വീണ്ടും കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ കണ്ണിന് വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ചെയ്ത വാട്ടർ ചേഞ്ചിന് മുമ്പ് നമ്മളൊരു വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇതിൻ്റെ കണ്ണിന് ഇതുപോലെ ഇത്രയും ബൾജിങ് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് വാട്ടർ ചേഞ്ചിലാണ് നമ്മൾ ഈ ഒരു ബൾജ് നോട്ടീസ് ചെയ്യുന്നത്. ഇപ്പോഴും ഇതിൻ്റെ കണ്ണുകൾ ഏകദേശം അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. വലിയ കുറവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ കണ്ണ് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരുന്നത് ഇവർക്ക് സ്ട്രെസ് വരുന്ന സമയത്താണ്. ഒന്നുകിൽ വാട്ടർ ക്വാളിറ്റി, വെള്ളത്തിലുള്ള എന്തെങ്കിലും അമോണിയയുടെ സ്പൈക്കോ അങ്ങനത്തെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് സ്ട്രെസ് വരും. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്പേസ് ആണ്. ചെറിയ സ്പേസ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഇവർക്ക് സ്ട്രെസ് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയ്ക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പേസിൻ്റെ ആകാനായിരിക്കും സാധ്യത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ റിപ്ലൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാളത്തേക്കാണ് നമ്മൾ ഈ ഒരു ചെറിയ സ്പേസിൽ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ടാങ്കിലേക്ക് മാറ്റും. അതുവരെ തൽക്കാലം ഇതിലിടാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7 ഇഞ്ച് സൈസാണ് വരുന്നത്. അത്യാവശ്യം കിടന്ന് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. കുറച്ചും കൂടി വലിയ സൈസ് ആയി കഴിഞ്ഞാലാണ് ശരിക്കും നമ്മൾ എന്താ പറയുക സ്ട്രെസ്സൊക്കെ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നത്. ഇത് ഇപ്പോൾ പുലിവാഹ സ്റ്റേജിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു നീലവാഹ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നീല കളർ നന്നായിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ഇതിന് വേറെ കാര്യങ്ങൾ, വേറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇത് നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു കണ്ണിൻ്റെ ഇഷ്യൂ ആണ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് വേറൊരു ടാങ്കിലേക്ക് മാറ്റും. അതുവരെ തൽക്കാലം അത് ഈ ഒരു സ്പേസിൽ തന്നെ ഇടാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വാട്ടർ ക്വാളിറ്റി അല്ല എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ഇപ്പോൾ വീണ്ടും ഒന്ന് വാട്ടർ ചേഞ്ച് കൊടുത്തത്. വെള്ളം നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. വാട്ടർ ക്വാളിറ്റിക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം എനിക്ക് ഉറപ്പായിരുന്നു. എങ്കിലും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം നമ്മളൊന്ന് വാട്ടർ ചേഞ്ച് കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ സ്ട്രെസ് മൂലമാണ് ഇതുപോലെ കണ്ണ് പുറത്തേക്ക് ബൾജ് ചെയ്തിട്ടുള്ളത് എങ്കിൽ എന്തിൻ്റെ സ്ട്രെസ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ സ്പേസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിന്നീട് വലിയൊരു ടാങ്കിലേക്ക് മാറ്റും. അതുവരെ താൽക്കാലികമായിട്ട് നമ്മൾ ഇതിൽ തന്നെയാണ് ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നമ്മൾ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 7 ഇഞ്ചാണ്, 7-7.5 ഇഞ്ചാണ്. വലിയ സ്പേസിൽ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാളും സൈസ് വയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ അത് ഈ ഒരു സൈസിൽ, അത് 7-7.5 ഇഞ്ച് സൈസിൽ അത് ആ ഒരു നീലവാഹ സ്റ്റേജിലേക്ക് കടന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ണ് ബൾജ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചെറിയ സ്പേസിലിട്ട് വളർത്തുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കിയിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് സ്പേസ് ഇവരെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് സൈസുള്ള സ്നേക്ക് ഹെഡുകളൊക്കെ നമ്മൾ ചെറിയ സ്പേസിലിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത് അവിടെ വെച്ച് സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. സ്നേക്ക് ഹെഡുകൾക്ക് പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടാങ്ക് തന്നെയാണ്. ഇനി നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ മലബാർ സ്നേക്ക് ഹെഡ് അല്ലെങ്കിൽ മൈക്രോപെൽസ് ഇതിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഓൾറെഡി ഒരു ഔട്ട്ഡോർ ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വാങ്ങിക്കൂ. ഈ മലബാർ സ്നേക്ക് ഹെഡുകൾ ആദ്യമായിട്ടാണ് നമ്മൾ വാങ്ങി വളർത്തുന്നത്. ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ബാച്ചിനെ നമ്മൾ വാങ്ങിയത്. പിന്നെ വേറൊരു കാര്യം നമുക്ക് ഈ സ്നേക്ക് ഹെഡുകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള വലിയ സൈസിലുള്ള മീനുകൾക്ക്, കുറേ മീനുകൾക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു ഹോർമോൺ റിലീസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതിനെ ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്നാണ് പറയുന്നത്. സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോർമോൺ അവർ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യും. അത് ഇവരുടെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ബോഡി വലുതാവില്ല, പക്ഷേ അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ വലുതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരീരത്തിൽ ഒരു ഡീഫോമിറ്റി ഒക്കെ വരും. ഇതിനെ ചെറുതായിട്ട് ആ ഒരു ഡീഫോമിറ്റി ഒക്കെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ലായ്മ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കണ്ണ് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നത് ഈ സ്പേസുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോപ്പായി പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വാട്ടർ ക്വാളിറ്റിയോ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുമല്ല. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള മീനുകളെ വെള്ളത്തിലേക്ക് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹോർമോൺസ് നമുക്ക് കളയാനായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യാം. അതായത് വീക്കിലി ഒരു 30-40% വാട്ടർ ചേഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺ പുറത്തേക്ക് പോകും. എന്നിട്ട് നമ്മൾ ഫ്രഷ് വെള്ളം നിറയ്ക്കുക. അപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹോർമോൺ ഇതിനകത്ത് ബിൽഡപ്പ് ആവുമെന്നാണ് പറയുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ ഗ്രോത്തിനെ സപ്രസ് ചെയ്യും.
നമ്മൾ വീക്കിലി 30% വാട്ടർ ചേഞ്ച് ഇതിനകത്ത് ചെയ്യുന്നില്ല, കാരണം അതിന് മാത്രം സൈസ് ഇതിനില്ല. പക്ഷേ നമ്മൾ വെള്ളം മോശമാവുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വാട്ടർ ചേഞ്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഇത് റിലീസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 30% ഒന്നും വീക്കിലി കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ബിൽഡപ്പായി ചിലപ്പോൾ അതും ഇത്തരത്തിലുള്ള ഒരു ഡ്വാർഫിസത്തിന് കാരണമാവുന്നുണ്ടായേക്കാം. ഇതിൻ്റെ ശരീരത്തിൽ നീല കളറൊക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വാലുമ നോക്കിക്കഴിഞ്ഞാൽ നീല കളർ ക്ലിയർ ആയിട്ട് കാണാം. എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ആ ഒരു ഡ്വാർഫ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ റീസൺ എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞതുപോലെയുള്ള ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഇത് ചിലപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് തന്നെ ആയിരിക്കണം ഇതിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഈ ഒരു ചെറിയ സ്പേസ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഇത് ഇതിനകത്ത് തന്നെ കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് മാറ്റാം. കാരണം ഇതുപോലുള്ള ഓരോ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു മീനിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഈ ഫ്രിഡ്ജ് ബോക്സിനകത്ത് നമ്മൾ മുമ്പ് ഇട്ടായിരുന്ന ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയായിരുന്നു. അത് ഇതിനകത്ത് കിടന്നിട്ട് ഏകദേശം ഒരു 10 ഇഞ്ച് സൈസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതിൽ നിന്ന് നമ്മൾ അതിനെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1 ഫീറ്റൊക്കെ ആയിട്ടുണ്ട്. ആ ജയൻറ്റ് ഗൗരാമിയാണ് ഇപ്പോൾ നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ കിടക്കുന്ന ഔട്ട്ഡോർ ടാങ്കിൽ കിടക്കുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള മീനുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത് ചെറിയ രീതിയിൽ സ്റ്റക്ക് ആവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ നമ്മളോട് വേറെ 1-2 പേരൊക്കെ മുമ്പ് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരും ഇതുപോലെ ഫ്രിഡ്ജ് ബോക്സിൽ വളർത്തുന്നുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കറിയില്ല എന്താണെന്നുള്ളത്. നമ്മുടെ ഇഷ്യൂ ഏകദേശം സ്പേസ് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ എല്ലാ ആൾക്കാരുടെയും കയ്യിലുള്ള മീനുകൾക്ക് ഈ ഒരു ഇഷ്യൂ ബാധിക്കുന്നുണ്ടായിരിക്കില്ല. എന്തായാലും നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പീസിന് ആ ഒരു ഗ്രോത്തിൻ്റെ ഇഷ്യൂ തന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. അതായത് മെയിനായിട്ടും സ്പേസിൻ്റെ സ്ട്രെസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉള്ളൊരു നഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടും ഇതിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം, അതായത് നമ്മൾ വേറൊരു മീനിനെ ജയൻറ്റ് ഗൗരാമി പോലത്തെ ഒരു മീനിനെയാണ് ഈ ഒരു ടാങ്കിൽ ഇട്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് അത്യാവശ്യം ഗ്രോത്ത് ആയേനെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ ഈ ഒരു മീനിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ടോ മനസ്സിലാക്കാനായിട്ടോ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തിയേ പറ്റൂ. പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു ടാങ്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിൽ. ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പല ആൾക്കാർക്കും പല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തിരിച്ച് നമ്മൾ ഇതിലേക്ക് തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു 30% വെള്ളം മാറ്റി കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ കഴിക്കുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിലൊന്നും യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന മീനാണ്. പക്ഷേ ഗ്രോത്തിൻ്റെ കാര്യത്തിലും ഈ കണ്ണിൻ്റെ കാര്യത്തിലും മാത്രമാണ് ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.